ഇതിൻ്റെ ഫൈനൽ എഡിറ്റിംഗ് എല്ലാം മദ്രാസിൽ നിന്ന് നടക്കുന്ന സമയത്ത് അപ്പം ആകെ ഒരു പാട്ടേ ഉള്ളൂ, ഷിബു അത് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ പകുതിയിൽ നിന്നാണ് ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി തീർത്ത് കൊടുത്തിട്ട് കോഴിക്കോട് നിന്ന് ഞാൻ എറണാകുളത്തേക്ക് പോയി. എറണാകുളം അമ്പലമോൾ ഗസ്റ്റ് ഹൗസിലിരുന്നാണ് ഞാൻ നായർ സാബ് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റീറെക്കോർഡിങ്ങിൻ്റെയൊക്കെ സമയമായപ്പോഴത്തേക്കും ആകെ ഒരു പാട്ടേ ഉള്ളൂ. അത് നല്ല പാട്ടുമാണ്. അതൊന്ന് ഔസപ്പച്ചനാണ് മ്യൂസിക്, ഷിബു എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു വിഷമം തോന്നി. അങ്ങനെ സമയം കിട്ടിയാൽ എടുക്കാം എന്ന് വിചാരിച്ച് ജോഷി അതിൽ അഭിനയിക്കേണ്ട മുകേഷിനെയും പാർവതിയും വരുത്തിയിട്ടുണ്ട് ചെന്നൈയിൽ. അപ്പം അത് ശരിക്കും ഒരു 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 നെൽപ്പാടത്തെടുക്കേണ്ട, അതായത് ഒരു കോഴിക്കോട് ഉൾഗ്രാമത്തിലോ തിരുനെല്ലിയിലോ ഒക്കെ ഉള്ളൊരു നെൽപ്പാടത്തെടുക്കേണ്ട സോങ്ങാണ്. അതിൻ്റെ ഒരു കാവൽ മാടത്തിൽ 2 കമിതാക്കൾ പാടുന്ന പാട്ടാണ്. അപ്പോൾ ഓരോ ദിവസവും എഡിറ്റിങ്ങിൻ്റെ തിരക്കുകൊണ്ട്, അതായത് എഡിറ്റ് ചെയ്യുന്ന റീലുകൾ അപ്പോൾ തന്നെ റീറെക്കോർഡ് ചെയ്യുന്നു. ഇത് എഡിറ്റിങ് വിചാരിച്ചതുപോലെ തീരാതെ വരുമ്പം അങ്ങനെ ജോഷിക്ക് ഇത് പിക്ചറൈസ് ചെയ്യാൻ തീരെ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ജോഷി വെറുതെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ സംവിധായകനാകാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളാണെന്നറിയാവുന്നതുകൊണ്ട് ജോഷി ആ കാലം മുതൽ പലപ്പോഴും ജോഷിയുടെ പല സിനിമകളിലും ചില ബോർഡുകളുടെ ഇൻസെറ്റോ അല്ലെങ്കിൽ ഒരു കാർ പാസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചില ഷോട്ടുകൾ കാണും. ചിലപ്പോൾ ഒരു പ്രസ് വർക്ക് ചെയ്യുന്നതോ, ഒരു നോട്ടീസ് അടിച്ചു വരുന്നതോ, ഒരു ഓഫീസിലേക്ക് ഒരു വണ്ടി വന്ന് നിൽക്കുന്നു, അങ്ങനെ കൊച്ചു ചില ഷോട്ടുകളൊക്കെ എന്നെ എടുക്കാൻ വിടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജോഷി പെട്ടെന്ന് ചോദിച്ചു, ഈ പാട്ട് എന്തായാലും എവിടെയെങ്കിലും എടുക്കാൻ സമയവുമില്ല, ഇനി ടൈമുമില്ല, നിനക്ക് ഇന്നൊരൊറ്റ രാത്രി വേണം. അപ്പോൾ ഇത് നൈറ്റ് എഫക്റ്റായി സോങ്. അപ്പോഴത്തേക്കും മണി ഒരു 5 മണിയായി. ഈ രാത്രി കൊണ്ട് നിനക്ക് ഈ പാട്ട് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സിനിമയിൽ വെച്ചേക്കാം. ഞാൻ അപ്രാളത്തിലായി. കാരണം ഞാനങ്ങനെ ഇൻഡിപെൻഡൻ്റായിട്ടൊരു സീനൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പാട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞു, ശരി, കൊള്ളത്തില്ലെങ്കിൽ ആരും അറിയില്ലല്ലോ, അങ്ങ് മാറ്റിയാക്കാമെന്ന് പറഞ്ഞു. കൊള്ളത്തില്ലെന്നൊന്നും പറഞ്ഞ് സമയം മെനക്കെടുത്താൻ പറ്റില്ല, നീ കൊള്ളാവുന്ന രീതിയിൽ തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അപ്പോൾ തന്നെ ജയനൻ വിൻസെൻ്റുണ്ട്. അവിടെ ഞങ്ങൾ ശിവാജി ഗാർഡൻ എന്ന് പറയുന്ന ശിവാജി ഗണേശൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ഷൂട്ടിംഗ് സ്പോട്ടുണ്ട് സിനിമയ്ക്ക്. അത് നെൽപ്പാടവും കാര്യമൊക്കെ ഒരു സിറ്റിയുടെ നടുവിലാണെന്ന് നമുക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നൈറ്റ് എഫക്റ്റും കൂടെ ആയതുകൊണ്ട് ആ നെൽപ്പാടവും വരമ്പും എല്ലാം വെച്ച് അങ്ങനെ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഷൂട്ട് ചെയ്യാനൊരു അവസരം കിട്ടിയത് ആ സിനിമയാണ്. ഞങ്ങൾ രാത്രി ഒരു 7 മണിക്ക് ശിവാജി ഗാർഡനിൽ അത് ഷൂട്ട് ചെയ്തു. വെളുപ്പിന് ഒരു 6 മണിയോടുകൂടി ഫുൾ പാട്ട് എടുത്ത് തീരുകയും അത് സിനിമയിൽ വരികയും ആ പാട്ട് സൂപ്പർ ഹിറ്റാകുകയും ഇപ്പോഴും മുകേഷും പാർവതിയൊക്കെ വല്ലപ്പോഴും അവതരിപ്പിക്കുന്ന അവരുടെ ഇഷ്ടഗാനങ്ങളിൽ, ഇവരുടെ 2 പേരുടെയും ഇഷ്ടഗാനത്തിൽ ഈ പാട്ട് ഉൾപ്പെടുകയും ചെയ്യുമ്പം എനിക്ക് സന്തോഷം ചെയ്യാറുണ്ട്. കാരണം ഞാൻ വളരെ അമച്വറീഷായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് ആദ്യമായിട്ട് ഇത് വെച്ച് ഷൂട്ട് ചെയ്യാനൊരു ഫ്രീഡം കിട്ടിയൊരു പാട്ടാണ്. അത് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഒന്നുമില്ലാതെ ഒരു പാടത്തിൻ്റെ നടുവിൽ ഒരു ചെറിയ കാവൽ മാടം വെച്ച് കിട്ടി എടുത്ത അത് ജയനൻ വിൻസെൻറ്റിൻ്റെയും ഡാൻസ് മാസ്റ്റർ അവരുടെയൊക്കെ വലിയ സഹായം അതിനുണ്ടായിരുന്നു. പക്ഷേ ആ പാട്ട് പിന്നീട് പിക്ചറൈസേഷൻ്റെ വലിയ മഹത്വമൊന്നും ആ സിനിമയ്ക്ക് ആ പാട്ടിന് പറയാനില്ല. ആ സിനിമ വെൽടേക്കാണ്. അതിൻ്റെ ഈ സോങ്ങിൻ്റെ പിക്ചറൈസേഷൻ അത്ര ഗംഭീരമായി പിക്ചറൈസേഷൻ ഒന്നുമല്ല. പക്ഷേ വളരെ നല്ല പാട്ട് വന്ന സിറ്റുവേഷൻ വളരെ നല്ലതായതുകൊണ്ടാണ് ആ പാട്ട് പോപ്പുലറായത്. തിരുനെല്ലിക്കാട് പൂത്തു എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ള ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇത് ഞങ്ങൾ പ്രിവ്യൂ ഇട്ടു. അപ്പോൾ തെലുങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വലിയ വൻ കമ്പനിയുടെ പടമായതുകൊണ്ട് ഇതിൻ്റെ പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ റെഗുലർ ഷോ പോലെ പ്രിവ്യൂ ആണ്. തെലുങ്ക് കമ്പനികൾക്ക് വേണ്ടി തന്നെ 8-10 ദിവസമൊക്കെയാണ് പ്രിവ്യൂ ഇടുന്നത്. അതുപോലെ കന്നഡ സെറ്റപ്പിന് വേണ്ടി അങ്ങനെ പ്രിവ്യൂ എന്നൊക്കെ പറയുന്നത് അവർ പ്രിവ്യൂ തിയേറ്റർ ആഴ്ചക്കണക്കിന് വാടകയ്ക്ക് എടുത്തിട്ട് ഡെയിലി പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് അവരുടെ. ഇത് കണ്ടിട്ട് തെലുങ്കർക്കും അവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നു. എല്ലാവരും മലയാളത്തിലും കണ്ടവരൊക്കെ ഇത് ന്യൂഡൽഹിയും അതിൻ്റെ പുറകെ ഇതും കൂടെയൊക്കെ വരുമ്പോൾ മമ്മൂട്ടി വീണ്ടും ഭയങ്കരമായിരിക്കും എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദാമോദരൻ മാസ്റ്റർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പുള്ളി 5 തവണ ഈ പടം പ്രിവ്യൂ കാണാൻ വന്നു. ഞാൻ 1-2 പ്രാവശ്യം കഴിഞ്ഞ് മാഷോട് ചോദിച്ചു, മാഷക്ക് ബോറടിക്കുന്നില്ലേ? മാഷൻ്റെ അടുത്ത് പറഞ്ഞിടേ, എനിക്ക് നിന്നോടൊരു വിഷമം അസൂയം തോന്നി. ഇത് ഞാൻ എഴുതേണ്ടിയിരുന്നൊരു സിനിമയാണല്ലോ. കാരണം ഇതിൻ്റെ കഥാപശ്ചാത്തലവും ഇതിൻ്റെ കഥാപരിസരങ്ങളും നിന്നേക്കാൾ എത്രയോ കൂടുതൽ അറിയാവുന്ന ആളാണ്. ഈ പറയുന്നതിലെ ഇതിൻ്റെ ഈ രാഷ്ട്രീയ തത്വശാസ്ത്രവും അതിൽ ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ വ്യക്തിപരമായിട്ട് അടുപ്പവും ബന്ധമുള്ള ആളാണ് ഞാൻ. ഇത് ഞാൻ എഴുതേണ്ട ഒരു പടമാണ്. ഇത് നീ എഴുതിയല്ലോ, എനിക്ക് നിന്നോട് അസൂയുണ്ട്, അത്ര ഗംഭീര പടമാണെന്ന് പറയും. എല്ലാവരും വലിയ അഭിപ്രായം പറയുന്നു. അങ്ങനെ ന്യൂഡൽഹിയൊക്കെ റിലീസ് ചെയ്ത് മമ്മൂട്ടി വളരെ ശക്തനായ
ഹീറോ ആയിട്ട് വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് മടങ്ങി വരികയും ചെയ്ത സമയത്ത് അതേ ടീമിൻ്റെ, ന്യൂഡൽഹിയുടെ അതേ ടീമിൻ്റെ സിനിമയായിട്ട് ദിനരാത്രങ്ങൾ റിലീസ് ചെയ്യും. ജൂബിലി തന്നെ അത് എൻ്റെയും ജോഷിയുടെയും ജോയിയുടെയൊക്കെ ഒരു മമ്മൂട്ടിയുടെ ഒരു പ്രോജക്റ്റാണ്. ജോയി തന്നെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയും വലിയ തോതി പരസ്യം ചെയ്ത് റിലീസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ പടം വളരെ ദയനീയമായിട്ട് സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം ഇങ്ങനെ ഓടാതെ വന്നപ്പോൾ ഞങ്ങൾ എന്താ കാരണമെന്ന് പോലും പിടികിട്ടില്ല. കാരണം ഈ പ്രിവ്യൂ കണ്ടതിൽ ഒരാൾ പോലും ഒരു നോ അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായം പറയാത്തൊരു സിനിമ തിയേറ്ററിലെത്തിയപ്പം അതിദയനീയമായി പരാജയപ്പെടുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ന്യൂഡൽഹി എഴുതിയപ്പോഴും നായർ സാബ് എഴുതിയപ്പോഴും ഒന്നും, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സിനിമകളൊന്നും എഴുതിയപ്പോൾ ഞാനൊരു നല്ല സ്ക്രിപ്റ്റ് എഴുതിയതായിട്ട്, അതായത് ഒരു വാല്യുബിൾ ഏതെങ്കിലും തരത്തിലൊരു ഒരു മികച്ച സ്ക്രീൻ പ്ലേ എന്ന് എനിക്ക് പറയാൻ പറ്റാത്ത, വേറെ പലരും പറയുമ്പോഴും എനിക്ക് പറയാൻ പറ്റാത്തൊരു പടങ്ങളാണ് ഞാൻ എഴുതിയതെല്ലാം. പക്ഷേ ഇത് എനിക്ക് തന്നെ തിരക്കേടില്ലല്ലോ എന്ന് തോന്നിയ ഒരു സ്ക്രിപ്റ്റിൻ്റെ ദയനീയ പരാജയം ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും എൻ്റെ ഒരു കോൺഫിഡൻസ് വല്ലാതെ ബാധിച്ചു. പക്ഷേ എനിക്ക് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ പടം ക്ലീനായിട്ട് പൊളിഞ്ഞു, ലാഭം കിട്ടില്ല എന്നെല്ലാം ഉറപ്പ് വന്ന ശേഷം ഈ സിനിമ എടുക്കാൻ 2 ആൾക്കാർ വന്നു. ഒന്ന് തമിഴിൽ ഇതെടുക്കാൻ ഭാരതിരാജ ആഗ്രഹിച്ചു. ഭാരതിരാജ ഞാനുമായിട്ട് അതിനൊരു പ്രാഥമിക ചർച്ചയൊക്കെ നടത്തി. അദ്ദേഹം രജനീകാന്തിനെ വെച്ചെടുക്കാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഭാരതിരാജ ഒരു കൊമേഴ്സ്യൽ സിനിമ എടുക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവർ കുടി പറക്കുന്നതെന്ന് പറഞ്ഞ് വേറൊരു വിഷയം എടുത്ത് മാറി. അതൊരു കഥയാണത്, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഇതല്ലാതെ ഈ പൊളിഞ്ഞ പ്രൊഡ്യൂസേഴ്സ്, കൃഷ്ണാറെഡ്ഡി എന്ന് പറയുന്ന പൊളിഞ്ഞ പ്രൊഡ്യൂസർ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അവൻ്റെ മുഖത്ത് നോക്കാൻ വിഷമിച്ചു. കാരണം കഥ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, ഇന്ന കാസ്റ്റിംഗ് നടത്തണമെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല, ഒരു കാര്യത്തിലും ഞങ്ങളോട് ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ എന്ത് പറയുന്നു അതെല്ലാം സമ്മതിച്ച ഒരു പ്രൊഡ്യൂസർ ആണ് തോറ്റുപോയിരിക്കുന്നത്. അയാളെ എന്നെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, അതൊന്നും നോക്കണ്ട നമുക്ക്. അപ്പോൾ അതിനുള്ളിൽ വേറെ ചില ബന്ധവും അവരോടുണ്ടായി. അതായത് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ തെലുങ്ക്, കന്നഡ, ഹിന്ദിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശം ഈ കൃഷ്ണാറെഡ്ഡിയാണ് വാങ്ങിയത്. കൃഷ്ണാറെഡ്ഡി എന്ന് പറഞ്ഞാൽ അവരുൾപ്പെട്ട സുധാകർ റെഡ്ഡിയുടെ ഗ്രൂപ്പ് വാങ്ങിക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞു തെലുങ്കിലത് കൃഷ്ണം രാജുവും തമിഴിൽ അംബരീഷും ഹിന്ദിയിൽ ജിതേന്ദ്രയെ അഭിനയിക്കുന്നു. ഈ 3 ഭാഷയിലും ഇത് ഡയറക്റ്റ് ചെയ്തത് ജോഷി തന്നെയാണ്. 3 ഭാഷയിലും ക്യാമറ ചെയ്തത് ജനൻ വിൻസെൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ റൈറ്റ്സിനൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രതിഫലം തരിക. അങ്ങനെ ഞങ്ങളുമായിട്ട് വേറൊരു ബന്ധം അപ്പോഴത്തേക്കും ഈ ദിനരാത്രങ്ങളിലെ പ്രൊഡ്യൂസേഴ്സിനുണ്ടായി. ഒരു ദിവസം കൃഷ്ണാറെഡ്ഡി എൻ്റെ മുറിയിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവർക്കും ദിനരാത്രങ്ങൾ ഓടാതെ പോയത് അവരുടെ ഒരു കാലക്കേട് മാത്രമാണ്, ആ പടത്തിൻ്റെ മോശം കൊണ്ടല്ലാതെ എല്ലാ തരത്തിലും മികച്ചൊരു സിനിമയാണെന്ന് അവരുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അവൻ ഒരു റിക്വസ്റ്റായിട്ട് എൻ്റെ അടുത്ത് വന്നു, ഈ സിനിമ തെലുങ്കിലെടുക്കാൻ ആഗ്രഹിക്കുന്നു അവർ. ഞാൻ പറഞ്ഞു, കൃഷ്ണാറെഡ്ഡിയോട് ചോദിച്ചു, ഇത് തെലുങ്കിൽ വിജയിക്കുന്ന ഒരു സബ്ജക്റ്റാണോ? അപ്പോൾ അവർക്ക് ഈ സിനിമയോടുള്ള ഇഷ്ടവും, പിന്നെ ഈ കൊണ്ടപ്പള്ളി സീതാരാമയ്യ തെലുങ്കുമായിട്ട് ബന്ധപ്പെട്ട തെലുങ്ക് ദേശത്തുണ്ടായ ഒരു നക്സൽ നേതാവാണ്. അപ്പോൾ അതിനോടൊരു വിദൂര ബന്ധമുള്ള കഥ എന്ന്, അത് ഡിറ്റോ ആ കഥയല്ലെങ്കിൽ ആ ഒറ്റ വരിയിൽ ഒരു കഥ പറഞ്ഞാൽ ഒരു നക്സൽ നേതാവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് രക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാര്യം കൊണ്ടും അതൊരു ഒരു ഒരു തെലുങ്കർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥയാക്കി ഒരു സിനിമ ആയേക്കാം, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റായില്ലെങ്കിൽ ഒരു ആവറേജ് സക്സസ് ആയ ഒരു സിനിമയാകും ഇത്. അതുകൊണ്ട് ഒരു തെലുങ്കിലെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ. അപ്പോൾ കൃഷ്ണാറെഡ്ഡി പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ എന്നല്ല, അത് നീ ഡയറക്റ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു അഥർവത്തിൻ്റെ ഒക്കെ ഒരു വർക്കായി തുടങ്ങിയെന്ന് എനിക്ക് സംശയമുണ്ട്. കൃത്യം ഏതായാലും മനുവെങ്കിൽ ഇറങ്ങി. ഒരു വരി പോലും എഴുതാനോ സംസാരിക്കാനോ തെലുങ്ക് എനിക്ക് അറിഞ്ഞുകൂടാ. കൃഷ്ണാറെഡ്ഡിയും ഞാനും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് തമിഴും ഇംഗ്ലീഷും ഒക്കെയാണ്. ഞാൻ പെട്ടെന്ന് കൃഷ്ണാറെഡ്ഡി ഇത് 2ാമത്തെ പടം, ഇത് തെലുങ്ക് ഭാഷ ഒന്നും വേണ്ട, ഇത് അത്യാവശ്യം നിനക്ക് ഇഷ്ടം വരുന്ന ഒരു തെലുങ്ക് രീതിയിലുള്ള അല്പസ്വല്പം വ്യത്യാസങ്ങളോടെ ഇത് പറ്റി. ഞാൻ ഇവനാദ്യം ഒരു തമാശ പറയാമെന്ന് വിചാരിച്ചു, പക്ഷേ വളരെ സീരിയസ് ആണ്. അദ്ദേഹം തമിഴിലെ ആ കാലത്തെ ഒരു തെലുങ്കിലെ ആ നിരയിലെ ഒരു 1ാം നിര റൈറ്ററായ സത്യനാരായണ എന്ന് പറയുന്ന റൈറ്ററുമായിട്ട് ഒരു സെൻറ്റർ റൂമിൽ വന്നു. അദ്ദേഹം ഒരുപാട് ചിരഞ്ജീവി അടക്കമുള്ളവരുടെ സിനിമകൾക്ക് തിരക്കഥ എഴുതുന്ന ആളാണ്. കഥ അധികം എഴുതുന്നില്ല, തിരക്കഥാ സംഭാഷണങ്ങൾ അധികം എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് കൊണ്ടുവരിക, അദ്ദേഹത്തെ പലവട്ടം ഇവന് ഈ പടം കാണിക്കുകയും അങ്ങേരിരുന്ന് ഇതിൻ്റെ തിരക്കഥ എഴുതാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പം ഞാനാകെ
വിഷമത്തിലായി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 100% വിജയിക്കുമെന്ന് ഉറപ്പ് വെച്ചിട്ടുള്ളൊരു സിനിമയുടെ പരാജയപ്പെട്ടത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കാൽക്കുലേഷനും എൻ്റെ ഒരു വിജയ ഫോർമുലയെക്കുറിച്ചുള്ള എൻ്റെ ഒരു ധാരണയ്ക്കും കിട്ടിയ അടിയാണ് ആ പടം. അപ്പോൾ ആ പടം ഒത്തുവെച്ച് ജോഷി ചെയ്തിട്ട് ഓടാതെ പോയൊരു പടം, ഞാൻ ആകെ ഒരു പടവും ചെയ്ത് ഞാൻ എത്തുംപിടിയില്ലാത്ത ഒരു ലാംഗ്വേജ് ചെന്നിട്ട് അത് ഒരുപാട് പടങ്ങൾ എടുക്കുന്ന വലിയൊരു ഗ്രൂപ്പിൻ്റെ പടത്തിൽ ചെന്ന് പെട്ട് കുഴപ്പത്തിലാവുമെന്നൊരു വല്ലാതെ എന്നെ ഒരു മലയാളം പടം ചെയ്യുന്ന പോലെ അല്ലല്ലോ, വല്ലാത്ത ഓടിയൊരു ഹിറ്റ് പടമായിരുന്നു പിന്നെയും ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ മമ്മൂട്ടിയെ പോലെ അവിടെ ചിരഞ്ജീവിയോ ബാലകൃഷ്ണയെ പോലുള്ള വൻ ഹീറോസ് അല്ല, ഒരു മീഡിയം ലെവൽ ഹീറോയാണ് അവരുടെ കയ്യിലുള്ളത്. അദ്ദേഹം കുറേ സക്സസ് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ തരത്തിലും ഭാഷയെ അറിയത്തില്ല, ആൾക്കാരോട് സംസാരിക്കാം. അപ്പോൾ സാരമില്ലത് തെലുങ്ക് എഴുതാം, എൻ്റെ താഴെ എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇടാം, സ്ക്രിപ്റ്റിൽ എഴുതാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയെങ്കിലും എനിക്ക് കൃഷ്ണാറെഡ്ഡിയോടുള്ള ഒരു സുഹൃത്ത് ബന്ധവും പ്രൊഫഷണൽ ബന്ധവും വന്നിട്ട് എനിക്കിത് ഒരു തരത്തിലും ഒഴിയാൻ പറ്റാതെ വന്നു. ഞാൻ എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിയാവുന്ന സകല പണിയും ഇങ്ങനെ ആലോചിച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു അവസരം അവൻ തരുന്നില്ല. അങ്ങനെ അതിൽ ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന, അപ്പോൾ സുമലത അഭിനയിച്ചിരുന്ന റോളിൽ ഹീറോയിനായിട്ട് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ ചില കന്നഡ പടങ്ങളിലൊക്കെ അഭിനയിക്കും. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു കന്നഡ പടത്തിനെ പറ്റി അഭിനയിച്ചു. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഹീറോയിൻ, ഒരു പെൺകുട്ടിയുടെ കുറേ പ്രൊഫൈൽ ഫോട്ടോസുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. നമുക്ക് ഈ ആളെ ഹീറോയിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കാണിച്ചു. അപ്പം എന്തെങ്കിലും ഒരു കാരണം കിട്ടാനിരിക്കുകയായതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആ ഫോട്ടോ നേരെ ചൊവ്വേ നോക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പം ഇവരുടെ ഗ്രൂപ്പിൽ പലർക്കും ഈ കുട്ടിയെ ഒരു വലിയ ഹീറോയിനാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഞാൻ ആ ഹീറോയിനെ കണ്ടില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഈ ഫോട്ടോഗ്രാഫ് തന്നോളൂ. ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഈ റോളിനും സൂട്ടല്ല. അതുമാത്രമല്ല, ഇത് ഏതെങ്കിലും പടത്തിൽ ഇവർ അഭിനയിച്ച് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സിനിമയിലും കൂടെ ഒരു ഹീറോയിൻ മെറ്റീരിയലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊരു കാര്യം പറഞ്ഞ് ഞാൻ അവരവിടെ ഉടക്കിട്ടിട്ട് പിന്നീട് ഞാനീ ഒരിക്കലും ഹീറോയിനാവില്ല, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആൾ പിന്നീട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹീറോയിനായി തീർന്നു, ഗൗതമി. അതിനുശേഷം ഞാൻ ഒരു തരത്തിൽ എനിക്കിതിൽ നിന്ന് പറഞ്ഞു ഒഴിയാൻ വേണ്ടി ഞാൻ കൃഷ്ണാറെഡ്ഡിയോട് പറഞ്ഞു, എനിക്ക് തെലുങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കഥയുണ്ട്. ആ കഥ എൻ്റെ അല്ല, അതൊരു മലയാളത്തിലെ ഒരു വലിയ സിനിമയാണ്, അതിൻ്റെ റൈറ്റ്സ് മേടിക്കണം. ആ കൃഷ്ണാറെഡ്ഡിക്ക് താല്പര്യമാണ്, അത് ഏതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ വിൻസെൻ്റ് മാഷ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഭാർഗവി നിലയം എന്ന് പറയുന്ന ഒരു മലയാള സിനിമയുണ്ട്. ഈ ഭാർഗവി നിലയത്തിൻ്റെ ഇപ്പോഴത്തെ കുറച്ചുകൂടെ മോഡേൺ വേർഷനായി ഒരു തെലുങ്ക് വേർഷൻ എടുത്താൽ കൊള്ളാം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. മലയാളത്തിലെ ക്ലാസിക്കാണ് ഭാർഗവി നിലയം. അത് എടുത്ത് വൃത്തികേടാക്കാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് എനിക്ക് വലിയൊരു റൈറ്ററുടെ സഹായം വേണം. 2, ഇതിൻ്റെ റൈറ്റ്സ് ആരുടെയൊക്കെ കയ്യിലുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്ക്രിപ്റ്റാണ്, വിൻസെൻ്റ് മാഷ് ഡയറക്റ്റ് ചെയ്തതാണ്. വലിയ പഴയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ചെയ്തത്. അതിൻ്റെ റൈറ്റ്സ് എല്ലാം നിങ്ങൾ മേടിക്കണം. ഇളയരാജായ മ്യൂസിക് ഡയറക്ടറായിട്ട് കിട്ടണം. അങ്ങനെ വലിയ തെലുങ്കിലൊരു വലിയ റൈറ്ററെ കിട്ടണം എന്നൊക്കെ പറഞ്ഞു. കൃഷ്ണാറെഡ്ഡി അതെല്ലാം സമ്മതിച്ചു. ആ സമയത്ത് എനിക്ക് അപ്പം ഞാൻ പെട്ടെന്ന് ഈ ദിനരാത്രങ്ങൾ പോലെ അത്ര സ്മൂത്തായിട്ട് നടക്കുന്ന ഒരു പ്രോജക്റ്റ് അല്ല. ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഭാർഗവി നിലയം അക്കാലത്ത് എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് തോന്നിയതാണെങ്കിൽ പോലും ഞാൻ സത്യം പറഞ്ഞ ഒരു തടയിടുകയും കൂടെയാണ് ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ പല കാര്യങ്ങൾക്കും വേണ്ടി പിന്നെ അതിൻ്റെ റൈറ്റ്സിനെ വേറെ അന്വേഷിച്ച് നടക്കുകയും അത് ആരുടെയില്ല റൈറ്റ്സ് എന്നറിയാൻ പറ്റാതെ പോവുകയും അങ്ങനെ പല തടസ്സങ്ങളോടെ ഇതങ്ങോട്ട് അനന്തമായി നീളാൻ തുടങ്ങി. ഈ സിനിമ ഇവർ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് കണ്ട് ഇവർക്ക് ഇഷ്ടപ്പെടുകയും തെലുങ്കിലേക്ക് അത് എടുക്കാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തെങ്കിൽ അത് അനന്തമായി നീണ്ടുപോയി. ഇതിനിടയ്ക്ക് ഞാൻ മറ്റ് സിനിമകളുടെ എഴുത്ത് പോലുള്ള സിനിമകളുടെ തിരക്കിലേക്ക് വന്നെടുത്ത് പിന്നീട് ഈ പ്രോജക്റ്റ് കാലക്രമത്തിൽ അങ്ങനെ നടക്കാതെ അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പരാജയപ്പെട്ട സിനിമകളെക്കുറിച്ചാണ്. അതിൽ 1000 കണ്ണുകളും ദിനരാത്രങ്ങളും കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഇതേപോലെ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയ 1-2 പടങ്ങളും കൂടെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം തുടർക്കഥ എന്ന് പറയുന്ന സിനിമയാണ്.
അപ്പം തുടർക്കഥയുടെ നിർമ്മാതാവ് തമ്പിയാണ്. ആ തമ്പി, ഞാനും തമ്പിയും കൂടെ ആ സമയത്ത് ചെയ്ത 4 പടങ്ങൾ: രാജാവിൻ്റെ മകൻ, ഭൂമിയിലെ രാജാക്കന്മാർ, ഇന്ദ്രജാലം, വഴിയോര കാഴ്ചകൾ. ഈ 4 വൻ ഹിറ്റായി. ആ സമയത്ത് അടുത്ത പടം ഞാൻ സത്യം പറഞ്ഞാൽ ചോദിച്ചൊന്നുമല്ല. തമ്പി പറഞ്ഞു, ഇനി എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലൊരു പടം ഡെന്നിസ് ഡയറക്റ്റ് ചെയ്യും, ഒരു പടം. തമ്പിക്ക് ഒരു ഗ്യാപ്പ് വേണം, കുറച്ച് ദിവസം ഒരു വിശ്രമമായിട്ട്. തമ്പി എനിക്ക് ലെഷർലി ആയിട്ട് ഇരിക്കാമല്ലോ സെറ്റിൽ, അതുകൊണ്ട് ഡെന്നിസ് ചെയ്യുന്ന ഒരു പടം ചെയ്യുക. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ലാലിൻ്റെയോ മമ്മൂട്ടിയുടെ ഒരു ഡേറ്റ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ആ സമയത്ത് റാംജി റാവു സ്പീക്കിംഗ് വന്ന് സായി കുമാർ ഒരു ഹീറോ ആവാൻ സാധ്യതയുള്ളൊരു ഘട്ടം വന്നു. അങ്ങനെ സായി കുമാർ എൻ്റെ തന്നെ, ഞാൻ എഴുതി തന്നെ ഹരിഹരൻ്റെ ഒളിയമ്പുകളിൽ അഭിനയിച്ചു. അങ്ങനെ ഒരു പരിചയമുണ്ട്. അങ്ങനെ സായി കുമാറിൻ്റെ ഡേറ്റ് വാങ്ങി ഒരു മ്യൂസിക്കൽ സബ്ജക്റ്റായിട്ടും ഒരു ലവ് സ്റ്റോറി ആയിട്ടും ഞങ്ങൾ പടം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ മാധുവാണ് ഹീറോയിൻ, സായി കുമാർ, രാജൻ പി ദേവാഡ്, ഒരുപാട് താരങ്ങളുണ്ട്. 6ഓളം പാട്ടുകളുണ്ട്. അത് ONV, SP വെങ്കടേഷ് ടീമിൻ്റെയാണ് പാട്ടുകളെല്ലാം ആ കാലത്ത് ഏറ്റവും എനിക്ക് തോന്നുന്ന രഞ്ജിനി കാസറ്റ്സ് അവരാണ് എൻ്റെ ഉസ്മാൻ, എൻ്റെ സുഹൃത്ത് ഉസ്മാനാണ് അതിൻ്റെ റൈറ്റ്സ് വാങ്ങി. ആ കാലത്ത് ഉസ്മാൻ ഏറ്റവും കൂടുതൽ വിറ്റ കാസറ്റുകളിലൊന്ന് ചിത്രം, തുടർക്കഥ. അതൊരു സൂപ്പർ ഹിറ്റ് പടത്തിൻ്റെ പാട്ടുകൾ പോകുന്നതിനേക്കാൾ അപ്പുറത്ത് അത് സൂപ്പർ ഹിറ്റായിട്ട് പോവുകയും അതിലെ ആതിരവരവായി എന്ന് പറയുന്ന പാട്ടിന് ചിത്രയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും അങ്ങനെ എല്ലാ മനോഹരമായ പാട്ടുകളും. പ്രത്യേകിച്ച് വെങ്കടേഷിൻ്റെ പതിവ് രീതിയിൽ, ഒരു കൊമേഴ്സ്യൽ രീതിയിൽ നിന്ന് വിട്ടിട്ട് വെങ്കടേഷ് ഇങ്ങനെയുള്ള പാട്ടുകൾ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ, പ്രത്യേകിച്ച് അതിനകത്ത് മാണിക്യക്കുയിലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് സത്യം പറഞ്ഞാൽ അതിനകത്ത് ആ സിനിമയിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കഥാ സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ ഇല്ലാതിരിക്കുകയും പെട്ടെന്ന് അങ്ങനെ ഒരു ട്യൂൺ വന്നു. ONV സാറിന് ഈ ട്യൂൺ ഞങ്ങൾ കാസറ്റായിട്ട് അയച്ചു കൊടുത്തു. പുള്ളി ഫോണിലൂടെ വരികൾ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ഒക്കെ ചെയ്തൊരു പാട്ടാണ്. MG ശ്രീകുമാർ അത് വളരെ മനോഹരമായിട്ട് പാടി. ആ സിനിമയിലൂടെ ഞാൻ തമ്പിയോടൊരു അനുവാദം ചോദിച്ചിരുന്നു. ഒരാളെ എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, മുരുകൻ എന്ന് പറയും. ഈ മുരുകൻ എന്ന് പറയുന്നൊരു ക്യാമറ അസിസ്റ്റൻ്റാണ്. മുരുകന് ജോഷിയുടെ റൈറ്റ് ഹാൻഡാണ് ഈ മുരുകൻ എന്ന് പറഞ്ഞാൽ. ജോഷി അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന കാലം തൊട്ട് ക്രോസ് ബെൽറ്റ് മണി സാറിൻ്റെ ടീമിൽ ഉണ്ടായിരുന്ന, ക്രോസ് ബെൽറ്റ് മണി സാറിൻ്റെ അന്നത്തെ ക്യാമറാമാനായിരുന്ന EN ബാലകൃഷ്ണനും താര സാറ് എന്ന ക്യാമറാമാനുണ്ട്. താര പഴയ വലിയ ക്യാമറാമാനാണ് EN ബാലകൃഷ്ണൻ, താരയൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ആളാണ് മുരുകൻ. മുരുകൻ എന്ന് പറയുന്ന ആൾ ഒരു സർവകലയുമായി ബന്ധപ്പെട്ടല്ലായിരുന്നു. ഈ മെക്കാനിക്കൽ മൈൻഡുള്ള ഒരു പ്രത്യേകിച്ചൊരു മനുഷ്യനാണ്. നല്ല ക്യാമറാമാനാണ്, നല്ല ഡ്രൈവറാണ്. ജോഷി എവിടെയെങ്കിലും പോകണമെങ്കിൽ മുരുകണ്ണനെ കൊണ്ട് പലരും ആദ്യം ധരിച്ചു വച്ചിരുന്നത് മുരുകണ്ണൻ ഡ്രൈവറാണെന്നാണ്. പക്ഷേ അദ്ദേഹം വളരെ മികച്ചൊരു ക്യാമറാമാനും നല്ലൊരു ടെക്നീഷ്യനും. ഇപ്പം ഒരു സെറ്റിൽ അടിയന്തരമായിട്ട് ഒരു ക്യാമറ കേടുവന്നു, അല്ലെങ്കിൽ ഒരു ലൈറ്റ് കേടുവന്നു, അല്ലെങ്കിൽ ഒരു കാറ് കേടുവന്നു, ഈ എന്തിനും ഏതിനും മുരുകൻ വന്നാൽ മതി. അപ്പോൾ ജോഷിയൊക്കെ എപ്പോഴും പറയുമായിരുന്നു, ഈ ചന്ദ്രനിലേക്ക് പോകുന്ന അപ്പോളോ റോക്കറ്റിന് പെട്ടെന്ന് കേടുവന്നാലും 2 ദിവസം കൊടുത്താൽ ഇവ നന്നാക്കും. കാരണം അത് അതിശോക്തിയാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു പ്രത്യേക മനുഷ്യനാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്ന പുള്ളിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയില്ലാത്ത ആളും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ജോഷിയുടെ സിനിമകളിൽ പലപ്പോഴും ഒരു ബോർഡിൻ്റെ സീനും ഒരു കാർ പാസ് ചെയ്യുന്ന സീനോടൊക്കെയുള്ള കൊച്ചു കൊച്ചു ഷോട്ടുകൾ ജോഷി എടുക്കാൻ വിടുമ്പോൾ പലപ്പോഴും ജയനൻ ജോഷിയുടെ കൂടെ പ്രധാന സീൻ എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഈ ചെറിയ വണ്ടിയുടെ ഒരു ഷോട്ടോ കിളി പറക്കുന്നോ ഒക്കെ കൊച്ചു ഷോട്ടുകൾ എടുക്കാൻ എൻ്റെ കൂടെ വന്നിരുന്നത് ഈ മുരുകണ്ണനാണ്. അപ്പം അപ്പോഴും മുരുകണ്ണൻ ഇത് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യുമ്പോഴും മുരുകണ്ണൻ എടുത്ത ആ ഷോട്ടുകളുടെ ഒരു ടെക്നിക്കൽ പ്രൊഫഷനൊക്കെ ഇപ്പോൾ എനിക്കുള്ളാലേ ഇദ്ദേഹത്തെക്കുറിച്ചൊരു വളരെ കോൺഫിഡൻ്റായി ഇദ്ദേഹം ഒരു നല്ല ക്യാമറാമാൻ ആവും എന്ന് എനിക്ക് തോന്നിയിരുന്നു. നിർഭാഗ്യമെന്ന് പറയുന്ന ചില ദൈവനിശ്ചയത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ആകാതെ പോയതാണ്. അത് ഉദാഹരണമല്ല, ഒരു സംഭവമാണ്. എൻ്റെ ആദ്യത്തെ പടം തന്നെ നിറക്കൂട്ടിൽ, അന്ന് ജയനനാണ് ക്യാമറാമാൻ. ഷൂട്ടിംഗ് തുടങ്ങി 2-3, അപ്പോൾ എനിക്ക് മുരുകണ്ണൊന്നും പരിചയമില്ല. മുരുകണ്ണൻ ഇങ്ങനെ ജോഷിയുടെ കൂടെ നോക്കുകയാണ്. അപ്പം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ജയനന് പെട്ടെന്ന് അപ്പൻഡിസൈറ്റിസ് കലശലായി. എന്നിട്ട് പെട്ടെന്ന് വിൻസെൻ്റ് മാഷ് വരികയും ജയനെ ഫ്ലൈറ്റിൽ ചെന്നൈ കൊണ്ടുപോയി ഓപ്പറേഷനൊക്കെ അങ്ങനെയൊക്കെ പോയി. അപ്പോൾ 3-ാം ദിവസം ജയനൻ ക്യാമറാമാൻ ഇല്ലാതെയായി. അപ്പം ജോയി എല്ലാം ജോത്സ്യം നോക്കിയേ ചെയ്യുള്ളൂ. അവരിങ്ങനെ നോക്കി കഴിഞ്ഞപ്പം ഇനി ആരെ വെക്കണം എന്ന് ചോദിച്ചാൽ പലരും അവൈലബിൾ അല്ല. അവസാനം ജോഷി പെട്ടെന്ന്
പറഞ്ഞു, എൻ്റെ കൂടെയുള്ള വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ അസോസിയേറ്റായിട്ടും അസിസ്റ്റൻ്റായിട്ട് ക്യാമറ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത മുരുകൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. മുരുകൻ അവനിവിടെ ഉണ്ട്, സെറ്റിലുണ്ട്. അപ്പോഴും മുരുകനുണ്ട് അവിടെ സെറ്റിൽ. അപ്പോൾ ജനം പോയി, നാളെ രാവിലെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ വേണം, മുരുകൻ എങ്ങനെ ഉണ്ടെന്ന് നോക്ക് എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഗംഭീരമായിരിക്കും മാത്രമല്ല ഇയാളൊരു വലിയ ക്യാമറാമാനാവും, ഗംഭീരമാവും. അപ്പം ജോഷിക്ക് സന്തോഷമായി. ഉടനെ അപ്പോഴാണ് നോക്കുന്നത്, ഇന്നലെ വരെ ഉണ്ടായിരുന്നു മുരുകൻ പെട്ടെന്നൊരു അത്യാവശ്യം വന്നിട്ട്, അദ്ദേഹം സകുടുംബം ചെന്നൈയിലാണ് താമസിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് ഈ തിരുനെൽവേലി അടുത്ത് അവിടെയാണ്. അപ്പോൾ കുടുംബ വീട്ടിലുള്ള എന്തോ ഒരു പ്രശ്നത്തുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ജൂബിലി ഇന്ന് അനുവാദം ചോദിച്ച് പുള്ളി തലേ ദിവസം തിരുനെൽവേലിക്ക് പോയി. അപ്പോൾ തിരുനെൽവേലിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഫോണോ, മദ്രാസിലെ പോലും വീട്ടിൽ ഫോണോ സെൽഫോണോ ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ മുരുകണ്ണനെ തപ്പിയെടുക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് നിറക്കൂട്ട് എന്ന് പറയുന്ന സിനിമയിൽ ക്യാമറാമാനാകാൻ ജോഷി അംഗീകരിക്കുകയും അവരെല്ലാവരും അംഗീകരിക്കുകയും ചെയ്ത മുരുകണ്ണൻ അതാകാൻ പറ്റാതെ പോയി. അത് മുരുകണ്ണൊക്കെ ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി പോയൊരു കാര്യമാണ്. പിന്നീട് വിപിൻ ദാസാണ് വന്ന് പടം ചെയ്തത്. അപ്പം ഇത് കഴിഞ്ഞ് വിപിൻ ദാസ് വന്നു, 1.5 മണിക്കൂർ കഴിഞ്ഞാൽ മുരുകണ്ണൻ തിരിച്ചു വന്നു. ജോഷി അന്ന് പറയാത്ത തെറിയൊന്നുമില്ല, എനിക്ക് ഒരു വാക്കിലും പറഞ്ഞു. മുരുകണ്ണനും വലിയ വിഷമമായി. കാരണം അന്ന് നിറക്കൂട്ടിൽ മുരുകണ്ണൻ ആയിരുന്നു ക്യാമറ ചെയ്തിരുന്നെങ്കിൽ പിന്നീട് എനിക്ക് തോന്നുന്നു ന്യൂഡൽഹി അടക്കമുള്ള പടങ്ങളുടെ ക്യാമറാമാൻ ഒരു പക്ഷേ മുരുകൻ തന്നെ ആയേനെ. അപ്പം വിധി മുരുകണ്ണനെ അന്ന് അനുവദിച്ചില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പലപ്പോഴും കൊച്ചു ഇത് ചെയ്യാറുള്ളപ്പോൾ ഒരു ദിവസം മനുവങ്ങളുടെ ഒരു ഷെഡ്യൂൾ, ഒരു കുറച്ച് പോർഷൻസ് ഉണ്ട്. ഒരു സെറ്റിലെടുക്കേണ്ട ചില പോർഷൻസ്, ചില ട്രിവാൻഡ്രത്തെ മ്യൂസിയത്തിൽ നിന്നും ത്യാഗരാജൻ്റെ കഥാപാത്രം മാർത്താണ്ഡവർമ്മയുടെ ഒരു വാൾ മോഷ്ടിക്കുന്നതും അവിടുന്ന് പോകുന്നു, അങ്ങനത്തെ അതിൻ്റെ കുറേ ഇൻറ്റീരിയർ ഷോട്ടുകൾ നമുക്ക് മ്യൂസിയത്തിൽ എടുക്കാൻ പറ്റില്ല. എക്സ്റ്റീരിയറൊക്കെ അവിടെ എടുത്തിട്ട് ഇൻറ്റീരിയർ ഞങ്ങൾ നീല സ്റ്റുഡിയോയിൽ സെറ്റ് ഇടുകയും അത് എടുക്കുകയും. അപ്പോൾ അന്ന് നീല സ്റ്റുഡിയോയിൽ സെറ്റ് ഇട്ട് ഇത് വർക്ക് ചെയ്യാൻ അന്ന് ജയനൻ അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഞാൻ മുരുകണ്ണനെ വെച്ചാണ് ആ ഒരു ഷെഡ്യൂൾ വർക്ക് ചെയ്തത്. അപ്പോൾ അതോട് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മുരുകണ്ണൻ ഒരു ക്യാമറാമാൻ എന്നുള്ള നിലയിലേക്ക് 100% ജയനനോടൊക്കെ എന്ത് കോൺഫിഡൻസ് തോന്നിയോ അതേ കോൺഫിഡൻസ് എനിക്ക് മുരുകണ്ണൻ്റെ കാര്യത്തിൽ തോന്നി. അപ്പം ഞാൻ തമ്പിയോട് പറഞ്ഞു, തമ്പി നമുക്ക് നമ്മുടെ മുരുകണ്ണനെ ക്യാമറാമാനായിട്ട് വെച്ചാലോ തുടർക്കഥയിൽ. തമ്പിക്ക് വളരെ സന്തോഷമാണ്. തമ്പിക്കും വളരെ അടുപ്പവും പരിചയവും ബന്ധമൊക്കെ ഉണ്ടാ. മുരുകണ്ണനാണ് പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ ഞാൻ നമ്മൾ വേറെ വല്ലവരും പറയും ചിലപ്പോൾ, അയ്യോ ജോഷിയുടെ ഡ്രൈവറാണോ ക്യാമറാമാൻ എന്നൊക്കെ ചെല്ല് പറയും. പക്ഷേ നമുക്ക് മുരുകണ്ണനെ എല്ലാവർക്കും അറിയാമല്ലോ. ജോഷിക്കും ഭയങ്കര സന്തോഷമായി ഇങ്ങനെ മുരുകണ്ണൻ ഇങ്ങനെ ഒരു അവസരം കൊടുക്കാനുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ തുടർക്കഥ മുരുകണ്ണനാണ് ക്യാമറ ചെയ്തത്. ആ സിനിമ സാമ്പത്തികമായിട്ട് തമ്പിക്ക് വളരെ നഷ്ടം വരുത്തിയൊരു സിനിമയാണ്. സിനിമ നന്നായിട്ട് ഓടിയില്ല, പാട്ടുകളെല്ലാം നന്നാണ്. പക്ഷേ ഇന്നും ആ സിനിമ കാണുമ്പോൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നവരാരെങ്കിലും എപ്പോഴെങ്കിലും ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും മലയാളത്തിലെ ഏറ്റവും മികച്ച ഏത് ക്യാമറാമാനോടും കിടനിൽക്കാവുന്ന ആൾ തന്നെയായിരുന്നു മുരുകൻ. ഒന്നാന്തരം വർക്കാണ് അദ്ദേഹം ചെയ്തത്. തമ്പി തന്നെ തമ്പിയുടെ അടുത്ത പടം കടലോരക്കാറ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും പിന്നീട് പല പടങ്ങളിലെയും ചില ക്ലാഷ് വർക്കിനൊക്കെ ആൾക്കാർക്ക് സിബിമലയിൽ പോലും ഏതോ ഒരു സിനിമയിൽ അദ്ദേഹത്തെ ക്ലാഷ് വർക്കിന് വെച്ചോന്ന് എനിക്ക് സംശയമുണ്ട്, എനിക്ക് ഉറപ്പില്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് അദ്ദേഹം സുരേഷ് ബാബുവിൻ്റെ ചില സിനിമകൾ വർക്ക് ചെയ്യുകയും മാന്യന്മാർ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയ ചില സിനിമകൾ അദ്ദേഹം വർക്ക് ചെയ്യും. പിന്നീട് ബാബു സീരിയൽ ഡയറക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു കടമറ്റത്ത് കത്തനാരി പോലുള്ള സീരിയലിൽ ഈ മുരുകണ്ണൻ വർക്ക് ചെയ്യും. മുരുകണ്ണൻ വളരെ തിരക്കുള്ള ഒരു സീരിയൽ രംഗത്തെ ക്യാമറാമാനായി തീരുകയും ചെയ്ത സമയത്താണ് അദ്ദേഹം ഡയബറ്റീസ് വന്ന് മരിച്ചു പോകുന്നത്.